മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് ട്രിബ്യൂണലിൽ ഇന്ന് വാദം തുടരുന്നുണ്ട്. ഭൂമി വഖഫ് സ്വത്താണ് എന്ന 1971 പറവൂർ സബ് കോടതി വിധി ഹൈക്കോടതി 75-ൽ ശരിവച്ചിരുന്നു. ആ വിധി ഇന്ന് ട്രിബ്യൂണൽ പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ മുനമ്പം ഭൂമി വഖഫാണെന്ന് ഫറൂഖ് കോളേജ് 69-ൽ പറവൂർ സബ് കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയെന്നാണ് വഖഫ് ട്രിബ്യൂണൽ അതിലെ വാദത്തിനിടയിൽ വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വഖഫ് ട്രിബ്യൂണലിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി ചേരുന്ന കോഴിക്കോട്ട്. ദീപക്, ഇന്നത്തെ വാദം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ വിഷയങ്ങളിലൊക്കെ ഒരു സ്ക്രൂട്ടണിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ വഖഫ് ട്രിബ്യൂണലിലെ? ദീപക്. വെരി ഗുഡ് മോർണിംഗ് SKN, ആഷ്മി, വിജയകുമാർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഹൈക്കോടതിയിലെ ഒരു വിധി 1975-ലാണ് ഈ വിധി ഉണ്ടാകുന്നത്. അത് പറവൂർ സബ് കോടതി 71-ലെ വിധിയിലെ ഹൈക്കോടതിയിലെ അപ്പീൽ പോകുന്നു. അതിനെ തുടർന്നുള്ള തീർപ്പ് കൽപ്പിക്കലാണ്. ഹൈക്കോടതിയുടെ ആ വിധിയുടെ നിജസ്ഥിതിയാണ് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കാൻ പോകുന്നത്. അതായത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കലിൻ്റെ ഘട്ടത്തിലേക്ക് കോടതി കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യമാണ്. മാത്രവുമല്ല, ഈ ഫറൂഖ് കോളേജ് നേരത്തെ 69-ൽ തന്നെ പറവൂർ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അങ്ങനെ സത്യവാങ്മൂലം നൽകി അത് കഴിഞ്ഞ് ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. മാത്രവുമല്ല, ഇതിൽ ഈ ഭൂമി ദാനം നൽകിയ, വഖഫ് ചെയ്തു എന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാവുന്ന ഈ ഭൂമി ദാനം നൽകിയ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിൽ നിന്നും മകൻ ഒരഭിപ്രായത്തിലും മകൾ മറ്റൊരഭിപ്രായത്തിലുമാണ് ഈ കേസിലുള്ളത്. മാത്രവുമല്ല, ക്രയവിക്രയ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വഖഫല്ല. അതുകൊണ്ട് തന്നെ ആ ഭൂമി തിരിച്ചു നൽകണമെന്നുള്ളതാണ് ഈ മകൾ സുബൈദയുടെ കൊച്ചുമകൾ സുബൈദയുടെ വാദം. ഏതായാലും ഇന്ന് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കാൻ പോകുന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഹൈക്കോടതി പറവൂർ കോടതി ഉത്തരവിനെ ശരിവെച്ചുകൊണ്ട് 1975 ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അടിയന്തരാവസ്ഥ നടക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെയാണ് ഇന്ന് ട്രിബ്യൂണൽ പരിശോധിക്കുന്നത്. ഈ പരിശോധനയോടുകൂടി ഏതാണ്ട് ഈ കേസിലെ ചിത്രം വ്യക്തമാകും. വിജയകുമാർ.